എൻ്റെ പേര് ഗിരീഷ് കുമാർ. ഞാൻ സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റാണ്. ബഹുമാനായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ബ്രിജേഷ് അബ്രഹാം അദ്ദേഹത്തിൻ്റെ ഈ വർഷം അനുവദിച്ചിട്ടുള്ള ഗ്രന്ഥപ്പുരകൾ കൊല്ലം ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന 6 ഗ്രന്ഥപ്പുരകളിൽ ഒന്ന് നമ്മുടെ വെട്ടിക്കാവിൽ ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുവദിച്ചു തരികയും ഏകദേശം 2 ലക്ഷം രൂപയുടെ ഫർണിച്ചറുകൾ, അതായത് റീഡിംഗ് ടേബിൾ അടക്കമുള്ള അലമാരകൾ, ഏകദേശം ഒരു 5000-ഓളം രൂപയുടെ പുസ്തകങ്ങൾ എല്ലാം ഉൾപ്പെടെയാണ് ഈ ഗ്രന്ഥപ്പുര സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏകദേശം 108 വർഷം പഴക്കമുള്ള ഈ കെട്ടിടത്തിൽ നമുക്കിത് നിർമ്മിക്കണമെന്ന് ആലോചിച്ചപ്പോൾ തന്നെ PTA മുൻകൈ എടുത്തുകൊണ്ട് നമുക്ക് ഏകദേശം 10,000-ഓളം പുസ്തകങ്ങൾ നമ്മുടെ ലൈബ്രറിക്കുണ്ട്. ആ പുസ്തകങ്ങളെല്ലാം തന്നെ ഇങ്ങോട്ട് മാറ്റിക്കൊണ്ട് ഒരു പഴമ നിലനിർത്തിയുള്ള കെട്ടിടത്തിലിത് പുനഃസ്ഥാപിക്കുകയും കുട്ടികൾക്ക് എല്ലാ ദിവസവും ഓരോ ക്ലാസ്സുകളിലെ കുട്ടികൾക്കും വൈകുന്നേരങ്ങളിൽ പ്രത്യേകം UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി അധ്യാപകരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് പുസ്തകം അവർക്ക് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഇവിടുന്ന് കൊടുക്കുക. ആ പുസ്തക വായനയിലൂടെ ധാരാളം അറിവ് സമ്പാദിക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മൾ ഇതിനകത്ത് മുന്നോട്ട് വച്ചത്. അത് ഒരു പരിധിവരെയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ചിത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സ്കൂളിലെ അധ്യാപകരുടെയും അതുപോലെ തന്നെ നമ്മുടെ PTA കമ്മിറ്റി അംഗങ്ങളുടെയും അതുപോലെ നമ്മുടെ സ്കൂളിനെ സ്നേഹിക്കുന്ന അഭ്യുദയകാംക്ഷിയുടെ എല്ലാ ഐഡിയ അനുസരിച്ചാണ് നമ്മളെ ഇത്തരത്തിൽ ഒരു ജ്ഞാനപീഠ അവാർഡ് നേടിയിട്ടുള്ള നമ്മുടെ 6 പേരുടെയും അതുപോലെ തന്നെ എഴുത്തച്ഛൻ കുമാരനാശാൻ, ഉണ്ണൂർ പരമേശ്വരയ്യർ, വെള്ളത്തോൾ, ലളിതാംബിക അന്തർജന, അങ്ങനെയുള്ള എല്ലാ സാഹിത്യകാരന്മാരുടെയും ഫോട്ടോകൾ വെച്ച് ഇത് നന്നായിട്ട് ഇത് ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ള, ചെറിയ ചെലവിൽ ഇത് ഭംഗിയാക്കാൻ കഴിയും എന്നുള്ള എത്രത്തോളം ആലോചിച്ചാണ് ഇത്തരത്തിൽ ഫർണിഷൻ നമുക്ക് ഇത് ഇപ്പോൾ ഈ റീഡിംഗ് ടേബിൾ അടക്കം ഉള്ള നേരെ കാണുന്ന 4 അലമാര അടക്കം ജില്ലാ പഞ്ചായത്തിൻ്റെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് നമ്മുടെ സ്കൂളിൽ തയ്യാറാക്കിയുള്ള അലമാരകളാണ്. ഇനിയും പുസ്തക റാക്കുകളൊക്കെ നമുക്ക് സ്ഥാപിക്കാനുണ്ട്. എന്നിരുന്നാലും നമുക്ക് ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു ഗ്രന്ഥപ്പുര ആക്കി മാറ്റാൻ ഇത് കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇതിപ്പോൾ എത്ര വർഷം പഴക്കമുണ്ട് ഈ ബിൽഡിംഗ്? ഏത് സമയത്താണ് ഇത് ചെയ്തതായിട്ട് പറയപ്പെടുന്നത്? ഇത് പറയപ്പെടുന്നത് മുകളിലെല്ലാം സീലിംഗ് ആണല്ലേ? മുകളിലെല്ലാം സീലിംഗ് ആണ്. ഏകദേശം ഇതിൻ്റെ പഴക്കം നമുക്ക് ഇപ്പോഴുള്ള 108 വർഷമാണ് ഇതിൻ്റെ പഴക്കം പറയുന്നത്. അന്ന് ദിവാൻ പേഷ്കറായിരുന്നു, ശങ്കരൻ തമ്പി ആയിരുന്നു ഇതിൻ്റെ ഈ സ്കൂള് നിർമ്മിച്ച് നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് പഴയ ലിപിയിൽ തന്നെ ഈ കെട്ടിടത്തോട് ചേർന്ന് കൊത്തി വെച്ചിട്ടുണ്ട്. ഇനിയും നമ്മളിതിനെ സംബന്ധിച്ച് ഒരു കലാകേന്ദ്രമായിട്ടും നമ്മുടെ ഒരു കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കലാപഠന കേന്ദ്രമായിട്ടും ഒരു ആർട്ട് ഗാലറിയൊക്കെ ആയിട്ടും നമ്മളിതിനെ രൂപകൽപ്പന ചെയ്യാനായിട്ട് പിന്നെ നമ്മുടെ ലളിതകലാ അക്കാദമിയുമായി ബന്ധപ്പെടുത്തിയ ഒരു അപേക്ഷ കൊടുക്കാനായിട്ട് ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എത്തുമ്പോൾ ഈ പൈതൃക സ്വത്ത് നമ്മുടെ സ്കൂളിൽ, നമ്മുടെ നാടിനും നമ്മുടെ സ്കൂളിനും വലിയൊരു മുതൽക്കൂട്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഹയർ സെക്കൻഡറി സ്കൂള് സാറിൻ്റെ പേര്? ഞാൻ P. വിവേകുമാർ, വെട്ടിക്കാവില ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജീവശാസ്ത്ര അധ്യാപകനാണ്. നമ്മുടെ വിദ്യാലയം വ്യത്യസ്തങ്ങളായ ആശയങ്ങളും വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളുമായി മറ്റ് പൊതുവിദ്യാലയങ്ങൾക്ക് ഒരു മാതൃകയായ ഒരു മോഡൽ സ്കൂൾ എന്നുള്ള രീതിയിൽ തന്നെ മാതൃകയായ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളായി ഇവിടെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. ഇവിടെ കുട്ടികൾക്ക് വേണ്ടി ഭിന്നശേഷി പഠന കേന്ദ്രം, ഒരുപക്ഷെ കൊല്ലം ജില്ലയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഒരു ഭിന്നശേഷി പഠന സൗഹൃദ കേന്ദ്രം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ കുട്ടികൾക്ക് വേണ്ടി പ്രാഥമിക ചികിത്സയ്ക്കുള്ള പ്രാഥമിക കേന്ദ്രം പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് വിദ്യാലയമാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ തുടർച്ചയായിട്ടാണ് നമ്മളിവിടെ ഒരു ഗ്രന്ഥപ്പുര എന്ന പേരിൽ കുട്ടികളുടെ വായനാശീലം പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതി വിഭാഗം നടപ്പിലാക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് വളരെ പരിമിതമായ പൊതുവിദ്യാലയങ്ങൾക്കാണ് ഈ ഒരു പ്രൊജക്റ്റ് ഈ വർഷം ആരംഭിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ വെട്ടിക്കൽ ഡിവിഷൻ മെമ്പർ അഡ്വക്കേറ്റ് ബ്രിജേഷ് അബ്രഹാമാണ് ഈ ഒരു പദ്ധതി നമുക്ക് സമർപ്പിച്ചത്. ഒരുപക്ഷെ അദ്ദേഹം പോലും സ്വപ്നത്തിൽ കാണാത്ത രീതിയിലുള്ള ഒരു ഗ്രന്ഥപ്പുരയാണ് ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ PTA അതിൻ്റെ പ്രസിഡന്റ് ഗിരീഷ് ഏട്ടനും PTA അംഗങ്ങളും ഒക്കെ നമ്മുടെ സ്കൂളിൻ്റെ പ്രഥമാധ്യാപകൻ കൃഷ്ണ ടീച്ചറും പ്രിൻസിപ്പൽ വിജയകുമാർ സാറും ഉൾപ്പെടെ വളരെ ആത്മാർത്ഥമായി ഈ ഒരു പ്രവർത്തനം ഏറ്റെടുക്കുകയും ഈ ഗ്രന്ഥപ്പുര ഇന്ന് കാണുന്ന ഈ ഒരു നിലയിലേക്ക് വിഭാവനം നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്.
കുട്ടികളുടെ വായന പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഈ പ്രവർത്തനത്തിൽ പിന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമ്മളെന്ത് പറയുന്നു ഇതിനെക്കുറിച്ച്? ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രന്ഥപുര എന്ന് നിങ്ങളുടെ പേര്? എൻ്റെ പേര് ലക്ഷ്മി അമ്മാർ. ഞാനിവിടെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഗ്രന്ഥപുര നമ്മുടെ ഈ സ്കൂളിൽ മറ്റനേകം സൗകര്യങ്ങളും ഒരുപാട് ഇന്നോവേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇതിന് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നേരത്തെയൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രമേ ഞങ്ങൾക്കിവിടെ ലൈബ്രറി ഉണ്ടായിരുന്നു, അവിടെ നിന്ന് പുസ്തകങ്ങൾ എടുത്ത് വായിക്കാൻ കഴിഞ്ഞു. പക്ഷെ ഇപ്പോൾ ഇവിടെ വളരെയധികം സൗകര്യത്തിലുണ്ടല്ലോ. ഇപ്പോൾ നല്ല ഇരുന്ന് വായിക്കാനായാലും നല്ല സൗകര്യമുണ്ട്. അതുപോലെ വലിയ നിഘണ്ടു, വിജ്ഞാനകോശം തുടങ്ങി ബാലസാഹിത്യം വരെയുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അപ്പം വളരെയധികം ഞങ്ങൾക്കിത് പ്രയോജനപ്പെടും. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഈ വർഷം അവസാനിക്കാൻ പോവുകയാണ്. ഞങ്ങൾക്ക് അങ്ങോട്ട് പഠിക്കുന്നുണ്ടോ? ഓക്കെ. കഴിഞ്ഞില്ലെങ്കിൽ തന്നെ ഇനി വരുന്ന കുട്ടികൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. എല്ലാവർക്കും വായന കുറേ നേരിടും. വായിക്കാറുണ്ടോ? ഉണ്ട്. എന്താ പേര് പറഞ്ഞു? ഏത് ക്ലാസ്സിലാണ്? എല്ലാവരും 10ാം ക്ലാസ്സിലാണ്. 10ലാണ്. എങ്ങനെയുണ്ട് ലൈബ്രറി വന്നതിന് ശേഷം? വളരെ നല്ല മാറ്റമുണ്ട്. സോഷ്യൽ മീഡിയയിൽ മുഴുകിയിരിക്കുന്ന കുട്ടികൾക്ക് പുസ്തകത്തിൻ്റെ പ്രാധാന്യം അറിയിക്കാൻ വേണ്ടി ഈ ഒരു ഗ്രന്ഥപുര നമ്മളെല്ലാവർക്കും മൊബൈൽ അഡിക്ഷൻ ഒഴിവാക്കാം അല്ലേ? ഒഴിവാക്കാൻ പറ്റും. പുസ്തകത്തിൻ്റെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. ഇങ്ങനൊരു ഗ്രന്ഥപുര എല്ലാ വിദ്യാലയങ്ങളിലും വന്നാൽ നല്ലതാണ്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. രണ്ട് പെയിന്റിങ്സിലൊക്കെ ഉണ്ടായിരുന്നു ഗാന്ധിജിയുടെ. അപ്പോൾ അത് അവർ നേരിട്ട് പണി കഴിപ്പിച്ച് കൊടുത്തതാണ്. അപ്പോൾ അത് നമ്മളൊന്നും പോയാലും ഈ ബിൽഡിംഗ് താഴെ കൊടുക്കില്ല. അത്ര എന്താ പറയുന്നത്, നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത് അതായിരിക്കും നമ്മുടെ കൈകളും. എനിക്കിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ വിശ്വസിക്കുന്ന ഈ സ്കൂളിൻ്റെ ഇവിടെ ചെയ്യണമെന്ന് ഇപ്പോഴും പല സ്കൂളിലും നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും പല സ്കൂളിലും ഇല്ല. നാമത്തെ സ്റ്റാളൊക്കെ കണ്ടിട്ട്